ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അതായത് നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ ഇതുപോലെ പറയാറുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഇപ്പം ഇപ്പോൾ റിങ് അല്ലെങ്കിൽ വള ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ ഇതൊക്കെ അഴിച്ചു വെക്കൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഒരൊറ്റ വേർഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെന്റൻസുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു വേർഡ് ഏതാണ്, അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോരോ വേർഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നിന്റെ ഷർട്ട് അഴിച്ചു വെക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നീ ഷർട്ട് അഴിച്ചു വെക്കൂ എന്ന് പറയാറുണ്ട്. നീ വാച്ച് അഴിച്ചു വെക്കൂ, നീ മോതിരം അഴിച്ചു വെക്കൂ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അഴിച്ചു വെക്കൂ എന്ന് പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടേക്ക് ഓഫ് എന്നുള്ളത്. ടേക്ക് ഓഫ്, അതായത് റിമൂവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടേക്ക് ഓഫ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. റിമൂവ് എല്ലാ സ്ഥലത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ റിമൂവ് നമ്മൾ യൂസ് ചെയ്തിട്ടും ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ടേക്ക് ഓഫ് യൂസ് ചെയ്ത് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നീ ഷർട്ട് അഴിച്ചു വെക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടേക്ക് ഓഫ് യുവർ ഷർട്ട്. ടേക്ക് ഓഫ് യുവർ ഷർട്ട്, നീ ഷർട്ട് അഴിച്ചു വെക്കൂ. ഓക്കെ, നെക്സ്റ്റ് പറയാണ് നീ ഷർട്ട് അഴിച്ചോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ, നീ ഷർട്ട് അഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു ടേക്ക് ഓഫ് യുവർ ഷർട്ട്, ഡിഡ് യു ടേക്ക് ഓഫ് യുവർ ഷർട്ട്. ഓക്കെ, ഇനി നമ്മളൊക്കെ ചെപ്പൽ ധരിക്കുക, അതായത് ചെരുപ്പ് ധരിക്കാറുണ്ട് അല്ലെ. ചെരുപ്പ് അഴിച്ചു വെക്കും. ഇപ്പൊ ഒരു വീടിനകത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനകത്തേക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ മക്കളോടൊക്കെ പറയാറുണ്ട് ചെരുപ്പ് അഴിക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ. ചെരുപ്പ് അഴിച്ചു വെക്കൂ അല്ലെങ്കിൽ ചെരുപ്പ് അഴിക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ എങ്ങനെ പറയാം, ടേക്ക് ഓഫ് യുവർ ഷൂ. ടേക്ക് ഓഫ് യുവർ ഷൂ എന്ന് പറയാം, അല്ലെങ്കിൽ ടേക്ക് ഓഫ് യുവർ സ്ലിപ്പേഴ്സ് എന്ന് പറയാം. ചെരുപ്പുകൾ അഴിച്ചു വെക്കൂ. ഓക്കെ, ഇപ്പൊ കണ്ണട വെക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് കണ്ണട മാറ്റൂ അല്ലെങ്കിൽ കണ്ണട അയക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടേക്ക് ഓഫ് യുവർ ഗ്ലാസ്. ടേക്ക് ഓഫ് യുവർ ഗ്ലാസ്, നീ നിന്റെ കണ്ണട മാറ്റി വെക്കും അല്ലെങ്കിൽ കണ്ണട അയച്ചു വെക്കും. ഇനി നമ്മൾ പറയാണ് അവൻ കണ്ണട മാറ്റി വെച്ചു എന്ന് പറയുകയാണെങ്കിലോ, അവൻ കണ്ണട മാറ്റി വെച്ചു അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് കാണുന്നില്ല, അപ്പം പറയാണ് കണ്ണട മാറ്റി വെച്ചു, അവൻ കണ്ണട മാറ്റി വെച്ചു എന്നിങ്ങനെ പറയാ. ഹേ മാറ്റി വെച്ചു എന്നാണ്, പാസ്റ്റ് ആണ്. സോ ഹേ took off his glasses. He took off his glasses. അവൻ അവന്റെ കണ്ണട മാറ്റി വെച്ചു. വാച്ച് അയച്ചു വെക്കൂ എന്ന് പറയാറുണ്ടല്ലോ. വാച്ച് അയച്ചു വെക്കൂ. ടേക്ക് ഓഫ് യുവർ വാച്ച്. ടേക്ക് ഓഫ് യുവർ വാച്ച്. ഓക്കെ, നമ്മളെ ജ്വല്ലറികൾ അല്ലെ, വള, മാല, അതുപോലെ മോതിരം ഇങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും നമ്മൾ പറയാറുണ്ട് ടേക്ക് ഓഫ് യുവർ ജ്വല്ലറി. ടേക്ക് ഓഫ് യുവർ ജ്വല്ലറി, നിന്റെ ആഭരണങ്ങൾ മാറ്റി വെക്കൂ. ഓക്കെ, നെക്സ്റ്റ് മക്കള് സ്കൂൾ വിട്ട് വന്ന ഉടനെ നമുക്ക് പറയാനായിട്ട് പറ്റും നിന്റെ യൂണിഫോം അഴിച്ചു വെക്കൂ അല്ലേ. നിന്റെ യൂണിഫോം അഴിച്ചു വെക്കൂ നമ്മൾ പറയാറുണ്ടല്ലോ. ടേക്ക് ഓഫ് യുവർ യൂണിഫോം. ടേക്ക് ഓഫ് യുവർ യൂണിഫോം, സിമ്പിൾ ആണല്ലോ. ഒന്നുകൂടി താഴ്മയോടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പ്ലീസ് ഒക്കെ ആഡ് ചെയ്ത് പറയാട്ടോ. പ്ലീസ് ടേക്ക് ഓഫ് യുവർ വാച്ച്. പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഗ്ലാസസ്. പ്ലീസ് ടേക്ക് ഓഫ് യുവർ യൂണിഫോം, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അകത്ത് കയറുന്നതിന് മുമ്പ് ചെരുപ്പ് അഴിച്ചു വെക്കൂ. അകത്ത് കയറുന്നതിന് മുമ്പ് ചെരുപ്പ് അഴിച്ചു വെക്കൂ എന്ന് പറയണമെങ്കിലോ, ടേക്ക് ഓഫ് യുവർ ഷൂ ബിഫോർ കമ്മിങ് ഇൻസൈഡ്. ടേക്ക് ഓഫ് യുവർ ഷൂ ബിഫോർ കമ്മിങ് ഇൻസൈഡ്. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നിന്റെ ചെരുപ്പ് അഴിച്ചു വെക്കൂ. നമ്മളൊക്കെ പറയാറുള്ള സെന്റൻസ് ആണല്ലോ. നെക്സ്റ്റ്, അവൾ ചെരുപ്പ് അഴിച്ചു അല്ലെങ്കിൽ അവൾ ചെപ്പൽ അഴിച്ചു, അവൾ ഷൂ അഴിച്ചു എന്ന് പറയാറുണ്ടല്ലോ. കഴിഞ്ഞു പോയൊരു കാര്യം, ഷീ ടുക്ക് ഓഫ് അല്ലേ. അവിടെ ടുക്ക് ഓഫ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ടുക്ക് ഓഫ് ഹർ സ്ലിപ്പേഴ്സ്. ഷീ ടുക്ക് ഓഫ് ഹർ സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ ഷൂസ് എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇനി അവൻ ഷർട്ട് അഴിച്ചു എന്നാണെങ്കിലോ, ഇതുവരെ അഴിച്ചു വെക്കൂ എന്ന് പറഞ്ഞു, അവൻ ഷർട്ട് അഴിച്ചു. ഹി ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. ഹി ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. ഓക്കെ, ഇനി നമ്മൾ ചോദിക്കുകയാണ് ഇനി വാച്ച് അഴിച്ചോ അല്ലെ. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നേരത്തെ ഷർട്ട് അഴിച്ചോ എന്ന് ചോദിച്ചതുപോലെ നീ വാച്ച് അഴിച്ചോ. ഡിഡ് യു ടേക്ക് ഓഫ് യുവർ വാച്ച്.
Did you take off your watch? Okay. നമ്മളെ കയ്യിലുള്ള റിംഗ് ആണ്. ഈ റിംഗ് അഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ, റിംഗ് അഴിക്കാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ റിംഗ് അഴിക്കാൻ പറ്റുന്നില്ല, അഴിക്കുക എന്ന് അവിടെയും വരുന്നുണ്ട്. എങ്ങനെ പറയാം? I can't take off this ring. I can't, എനിക്ക് കഴിയുന്നില്ല. Take off this ring, അല്ലേ? Take off this watch. Take off this shirt. എന്ത് വേണമെങ്കിലും പറയാട്ടോ. I can't take off this shirt. ഇപ്പോ നമ്മളെ കയ്യിലുള്ള ഒരു വള, ഈ വള കഴിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെ? ചിലരുടെ കയ്യിൽ നിന്നൊന്നും വള അഴിച്ചാൽ കിട്ടത്തില്ല. അപ്പോ നമ്മൾ പറയാറുണ്ട് ഈ വള അഴിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ വള അഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇവിടെ നമുക്ക് ഐ കാൺ ടേക്ക് ഓഫ് ദിസ് ബാങ്കിൾ. ബാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള എന്നാണ്. അപ്പം ഐ കാൺ ടേക്ക് ഓഫ് ദിസ് ബാങ്കിൾ, ദിസ് റിംഗ് എന്ത് വേണമെങ്കിലും പറയാട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പറയാൻ. ഇനി നമ്മൾ വേറൊരു സെന്റൻസ്, ഞാൻ ഈ വള അഴിക്കാറില്ല എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു പതിവില്ല. ഞാൻ ഈ വള അഴിക്കാറില്ല. എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് യൂഷ്വലി ടേക്ക് ഓഫ് ദിസ് റിംഗ്. I don't usually take off this bangle. I don't usually take off this bangle. അല്ലേ? കഴിക്കാറില്ല അല്ലെങ്കിൽ അഴിക്കാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പല സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിനൊരു ഭംഗി പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഈ ഷർട്ട് അഴിച്ച് മറ്റേ ഷർട്ട് ഇടൂ, അല്ലേ? ഈ ഷർട്ട് അഴിച്ചിട്ട് മറ്റേ ഷർട്ട് ഇടൂ എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാം? ടേക്ക് ഓഫ് ദി ഷർട്ട്, ഈ ഷർട്ട് അഴിക്കൂ. ആൻഡ് പുട്ട് ഓൺ അതർ വൺ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. വീണ്ടും നമ്മൾ അതർ ഷർട്ട് എന്ന് പറയണ്ട. അപ്പോൾ ടേക്ക് ഓഫ് ദി ഷർട്ട്, ഈ ഷർട്ട് അഴിക്കൂ. ആൻഡ് പുട്ട് ഓൺ, ധരിക്കുക പുട്ട് ഓൺ ആണ് കേട്ടോ. ടേക്ക് ഓഫിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓൺ. അപ്പൊ ടേക്ക് ഓഫ് ദിസ് ഷർട്ട് ആൻഡ് പുട്ട് ഓൺ അതർ വൺ. ഓക്കെ. ഇനി ആ ഷോൾ അയക്കൂ. ഇപ്പം നമ്മൾ തലയിലിട്ട് ഷോൾ ഉണ്ടല്ലോ, ആ ഷോൾ അയക്കൂ എന്ന് പറയുകയാണെങ്കിൽ ടേക്ക് ഓഫ് ദാറ്റ് ഷോൾ, ടേക്ക് ഓഫ് ദാറ്റ് ഷോൾ. ഓക്കെ. ഇവിടൊക്കെ നമുക്ക് പ്ലീസ് ആഡ് ചെയ്ത് പറയാട്ടോ. പ്ലീസ് ടേക്ക് ഓഫ് ദാറ്റ് ഷോൾ, പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷർട്ട്, അല്ലേ? ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഷർട്ട് അയച്ച് ഈ ഷർട്ട് ഇടൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്ലീസ് ടേക്ക് ഓഫ് ദിസ് ഷർട്ട് ആൻഡ് പുട്ട് ഓൺ അതർ വൺ, മറ്റേ ഷർട്ട് ഇടും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടേക്ക് ഓഫ് യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാട്ടോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. ആ റിങ് അഴിച്ചു വെക്കൂ, ആ റിങ് അഴിച്ചു വെക്കൂ. റിങ് അറിയാലോ, കയ്യിലുള്ള. അപ്പൊ ആ റിങ് അഴിച്ചു വെക്കൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഴിച്ചു വെക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഞാൻ തന്ന സെന്റൻസുകളും പറയാം. ഇനി നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ റിമൂവ് തന്നെ യൂസ് ചെയ്യുന്നതായിട്ടുണ്ട്. അതായത് ഇപ്പം അതുപോലെ തന്നെ ഈ റിമൂവ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ടേക്ക് ഓഫ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അതേതാന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ പറയാണ്, ഇപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ബാൻഡേജ് ഒട്ടിക്കുമല്ലോ, അല്ലെ? ബാൻഡേജ്, ഇപ്പൊ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബാൻഡേജ് ഒട്ടിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡോക്ടർ റിമൂവ്ഡ് ദ ബാൻഡേജ്, ഡോക്ടർ ബാൻഡേജ് റിമൂവ് ചെയ്തു. അവിടെ നമ്മൾ റിമൂവ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇപ്പം ടാബിളിൽ ഒരു സാധനം നമ്മൾ വെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ടാബിൾ പുസ്തകമുണ്ട്. അപ്പൊ നമ്മൾ പറയാണ് മേശയിൽ നിന്ന് പുസ്തകം മാറ്റി വെക്കും, അല്ലേ? മേശന്റെ മുകളിൽ പുസ്തകം വെച്ചിരിക്കുകയാണ്. അപ്പൊ മേശയിൽ നിന്ന് പുസ്തകം മാറ്റി വെക്കൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ റിമൂവ് ആണ് യൂസ് ചെയ്യേണ്ടത്. റിമൂവ് ദ ബുക്ക് ഫ്രം ദ ടേബിൾ, റിമൂവ് ദ ബുക്ക് ഫ്രം ദ ടേബിൾ, ടേബിളിൽ നിന്ന് പുസ്തകം മാറ്റൂ. ഓക്കെ. ഇനിയിപ്പോ ഒരു മതിലിന്റെ മുകളിൽ എന്തെങ്കിലും ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? മതിലിൽ നിന്നും ചിത്രം നീക്കൂ എന്ന് പറയാറുണ്ട്. അപ്പൊ മതിലിന് മുകളിലൊക്കെ ഇപ്പം ഇലക്ഷന്റെ ടൈമിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പൊ മതിലിൽ നിന്നും ചിത്രം നീക്കൂ എന്ന് പറയണമെങ്കിലോ റിമൂവ് ദ പിക്ചർ ഫ്രം ദ വാൾ. വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ എന്നാണ്. അപ്പൊ റിമൂവ് ദ പിക്ചർ ഫ്രം ദ വാൾ, വാൾ മതിലിൽ നിന്ന് ചിത്രം നീക്കൂ അല്ലെങ്കിൽ ചിത്രം മാറ്റൂ. ഓക്കെ. അപ്പൊ അവിടെ ഒന്നും നമ്മൾ ടേക്ക് ഓഫ് അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള
വസ്തുക്കളെ നീക്കം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ടേക്ക് ഓഫ് യൂസ് ചെയ്ത് പറയാം. അതുപോലെ തന്നെ അത് ധരിക്കാൻ വേണ്ടിയിട്ട് വിയറിന് പകരമായിട്ട് പുട്ട് ഓൺ യൂസ് ചെയ്തും പറയാനായിട്ട് പറ്റും. ഓക്കെ, ചില സിറ്റുവേഷനിൽ നമ്മളിപ്പം ചെരുപ്പൊക്കെ അഴിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് റിമൂവ് യുവർ ഷൂ എന്ന് പറയാം. പക്ഷെ അവിടെ ഏറ്റവും നല്ലത് ടേക്ക് ഓഫ് യുവർ ഷൂ എന്ന് തന്നെയാണ് കേട്ടോ. ഒരു മതിലിന് മുകളിൽ, ടേബിളിന് മുകളിൽ ഇങ്ങനെയുള്ള വസ്തുക്കളെ, കട്ടിലിന് മുകളിലുള്ള വസ്തുക്കളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സെന്റൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. കട്ടിലിൽ നിന്ന് ചീർപ്പ് മാറ്റൂ. ചീർപ്പ് അറിയില്ലേ, നമ്മൾ തലക്കെ വരുന്ന അത് മാറ്റൂ. അതിന് ചീർപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കോമ്പ് എന്ന് പറയാം. അപ്പൊ കട്ടില് മുകളിൽ നിന്ന് ചീർപ്പ് മാറ്റി വെക്കൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇന്ന് 2 സെന്റൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എത്രത്തോളം സെന്റൻസ് ഇതൊക്കെ യൂസ് ചെയ്ത് പറയാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. വീഡിയോയുടെ അഭിപ്രായം മസ്റ്റ് ആയിട്ടും കമന്റ് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.